നിങ്ങൾ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിന് കൂടുതൽ വിവരങ്ങൾ എങ്ങനെ മൂസ സമൂസ ചെയ്യാന്നുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനാണല്ലോ നിങ്ങളിത് കാണുന്നത്. അപ്പോൾ ഇതിന് കൂടുതൽ വിവരങ്ങൾ ഞാൻ പറയണമെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്യേണ്ടത് നമ്മളൊരു 2014 തുടങ്ങിയൊരു പ്രൊജക്റ്റാണ്. അതായത് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് മറ്റേ ഗൾഫിലൊക്കെ വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസിൽ ഞാനൊരു അവിടെയൊക്കെ ചെയ്യണൊരു സമൂസ, അത് പൊരിക്കാത്ത സമൂസ റെഡി ടു കുക്ക് അത് മനസ്സിൽ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് 2014 ചെറിയൊരു യൂണിറ്റാക്കി തുടങ്ങി. അത് വളർന്ന് വലുതായി. പിന്നെ അതിൽ കുറേ എന്താ വെച്ചാൽ നമ്മളത് ബ്രാൻഡിങ് ലെവലിൽ ചിന്തിക്കണില്ല. ബ്രാൻഡിങ് ലെവലിൽ ചിന്തിക്കാത്തത് കൊണ്ട് ഞങ്ങളെന്തായി, പിന്നെ അതിൽ ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു സംഭവമായി മാറി. മെല്ലെ 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 ആദ്യം ഇത് നമ്മൾ മാത്രമുള്ളതിന്, പിന്നെ മാർക്കറ്റിൽ ഇതിൻ്റെ കുറേ കോപ്പികൾ വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതൊരു ബ്രാൻഡ് ചെയ്യണം എന്നുള്ള ചിന്ത വന്നു. അങ്ങനെ ഇപ്പോൾ നമ്മളതൊരു മൂസ സമൂസാക്കി ബ്രാൻഡിങ് ലെവലിൽ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പം 3 പഞ്ചായത്തിൽ ഒരു ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് 3 പഞ്ചായത്തിൽ ഡിസ്ട്രിബ്യൂഷന് ചിലവ് പറഞ്ഞാൽ ഫ്രീസർ ഒരു 1200 ലിറ്ററിൻ്റെ ഫ്രീസർ ഉണ്ടാവും. 1200 ലിറ്ററിൻ്റെ ഫ്രീസറിന് ഒരു 66,000 റുപ്യ അതിന് ചിലവ് വരും. ഫ്രീസർ വാങ്ങണം. അത് ഈ ഏജൻസി എടുക്കണമല്ലോ വാങ്ങണം ഫ്രീസർ. രണ്ടാമത് അതിൻ്റെ എക്സ്പെൻസ് വരുന്നത് ഒരു ഫ്രൈ കൗണ്ടർ ഉണ്ട്. 20,000 രൂപയ്ക്ക് ഒരു ഫ്രൈ കൗണ്ടർ വരും. മൂന്നാമത് അതിൻ്റെ എക്സ്പെൻസ് പറഞ്ഞാൽ 10,000 രൂപയ്ക്ക് ഞങ്ങൾ ഇതിനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സാണ് വരില്ലേ. അപ്പോൾ അതിന് ട്രൈ ഇതിന് വേണം. അതിനൊരു ചെറിയ അഡ്വാൻസ് ഉണ്ടാവും. അതിന് 10,000 റുപ്യ. പിന്നെ വരുന്ന ബാക്കി എമൗണ്ടിന് സമൂസ കൊടുക്കും. പിന്നെ ഇതിൽ ഞങ്ങൾക്ക് വേറെ അഡീഷൻ ഒരു ആഡ് ഓൺ ഉള്ളൊരു പൈസ, ഞങ്ങളൊരു ഏജൻസി പ്രൈസ് ഒന്നും ഞങ്ങൾ എടുക്കണില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതൊരു സാധാരണക്കാരായ മെയിനിൽ പറയുകയാണെങ്കിൽ ഓട്ടോ തൊഴിലാളികൾക്ക്, സാധാരണ വീട്ടിൽ നിന്ന് എക്സ്ട്രാ വരുമാനമുള്ള പെണ്ണുങ്ങൾക്കൊക്കെയാണ് ഇതിൽ കൂടുതൽ ഇതിനെപ്പറ്റി കൂടുതൽ ഈ വരുമാനം, എക്സ്ട്രാ വരുമാനം ഇത് പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ ചെയ്യണ ഒരു സംഭവമാക്കിയത്. അതായത് ഒരു ഓട്ടോ തൊഴിലാളികൾക്ക് ഒരു ഉദാഹരണം പറയുകയാണ്. ഒരു ഓട്ടോ തൊഴിലാളികൾക്ക് അവരെ വീട്ടിൽ വെച്ചാണ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇതിൽ വരുന്ന ബിസിനസ് പറഞ്ഞാൽ ഇത് ബിസിനസ് തേടി പിടിക്കേണ്ട ആവശ്യമില്ല. ഇതിന് വരുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ അതായത് ഞങ്ങളൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യും ഇതിനായിട്ട് വേണ്ടി. ഈ ആപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇത് രണ്ട് സംഭവമുണ്ട്. ഈ ആപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ ആപ്പ് ഞങ്ങളെ സാധനം ഞങ്ങളിതിന് വേണ്ടി പ്രൊമോഷൻ സംഭവങ്ങൾ കുറേ ചെയ്യും. അപ്പോൾ ഈ ആപ്പിൽ മൊബൈൽ ആപ്പിൽ ഡൗൺലോഡ് ചെയ്താൽ ഇത് എവിടെയാണ് ആരാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് അവർക്ക് കിട്ടും. അവർ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അതൊരു ബിസിനസ് ആക്കുക എന്നുള്ളത്. അത് എന്താ വെച്ചാൽ പിന്നെ എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ടർ അവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കണം. അപ്പോൾ ഇതൊരു സാധാരണ കടകളിൽ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്ന സമൂസ എന്നല്ല നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഇതൊരു ഫങ്ഷൻ വരുമ്പോൾ അതിനാണ് നമ്മൾ ഫ്രൈ കൗണ്ടർ സെറ്റ് ചെയ്ത് കണ്ട്. അപ്പോൾ ഒരു ഫങ്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യുക, അവർ വിളിക്കുമ്പോൾ അവിടെ ഫ്രൈ കൗണ്ടർ സെറ്റ് ചെയ്ത് കണ്ട് അവിടെ അത് പൊരിച്ച് കൊടുക്കണം സിസ്റ്റം വന്നത്. അതൊരു ബിസിനസ്. രണ്ടാമത്തെ ബിസിനസ് പറഞ്ഞാൽ ഈ വീടുകളിൽ നിന്നൊക്കെ ഒരു ഈവനിങ്ങിൽ ഒരു സമൂസ പൊരിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുമ്പം അവിടെ കൊണ്ട് കൊടുക്കുക. പിന്നെ ചെറിയ വീടുകളിലെ ഫങ്ഷനും അവർ വിളിക്കുമ്പോഴും ഈ സാധനം അവർക്ക് എത്തിച്ചു കൊടുക്കുക. പിന്നെ ലാസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫ്രാഞ്ചൈസി ഇപ്പോൾ ഒരു ഏജൻസി സെറ്റായാലും, അതായത് ഡിസ്ട്രിബ്യൂഷൻ സെറ്റായാലും ഞങ്ങൾ എന്ത് ചെയ്യും, അവിടെ ഒരു ഫ്രാഞ്ചൈസി പിന്നെ ഞങ്ങൾ വേറെ ചെയ്യും. ഈ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞ പരിപാടി എന്ന് വെച്ചാൽ ഇതിന് വേറൊരു മോഡലാണ്. ഡിസ്ട്രിബ്യൂഷൻ വേറെ, ഫ്രാഞ്ചൈസി വേറെ. ഫ്രാഞ്ചൈസി ഞങ്ങൾ എന്താ വെച്ചാൽ അത് 1.5 ലക്ഷം രൂപയ്ക്ക്, അതായത് മൂസാക്ക 1 റുപ്യ അയിമൽ ഒന്നും ഒരു പൈസ എടുക്കാതെ മൂസാക്ക എന്ത് ചെയ്യും, ഫ്രാഞ്ചൈസി കൊടുക്കുക. എങ്ങനെ വെച്ചാൽ ഒരു റൂം കാണിച്ചു തന്നാൽ ആ റൂമിലൊരു ടീ കൗണ്ടർ ഉണ്ടാവും 1.5 ലക്ഷം റുപ്യക്ക്. മൂസാക്കാൻ്റെ തീമിൽ സെറ്റ് ചെയ്യും. അതേമാതിരി തന്നെ അവിടെ 6 ചെയറും 2 ടേബിളും ഉണ്ടാവും. ഒരു സ്റ്റാൻഡിങ്ങിൻ്റെ ചില്ലറും ഉണ്ടാവും. ഇത്രയും സംഭവങ്ങൾ അത് ഫ്രാഞ്ചൈസി സിസ്റ്റം. ഈ ഫ്രാഞ്ചൈസി എന്താണ്, അതും സാധാരണക്കാരായ ആളുകൾക്ക് ഒരു വർക്ക് കഴിഞ്ഞിട്ട് വന്ന് ചെയ്യുക. സ്ത്രീകൾക്ക് രാവിലെ വീട്ടിൽ വർക്ക് ചെയ്ത് കണ്ട് വൈകുന്നേരം മൂസാക്കാൻ്റെ ഫ്രാഞ്ചൈസി ചെയ്യുക. ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞ സിസ്റ്റത്തിൽ എന്താ വെച്ചാൽ ഫ്രാഞ്ചൈസി സിസ്റ്റത്തിൽ ഒരിക്കൽ മൂസാക്കാൻ്റെ സമൂസ മാത്രം പറ്റുള്ളൂ. ബാക്കി എല്ലാ കടികളും ഇവർക്ക് കസ്റ്റമൈസ് ചെയ്യുക.
കസ്റ്റമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ആപ്പിൻ്റെ അതിനുപയോഗിക്കും. അപ്പോൾ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ഇവർ ലിസ്റ്റ് ചെയ്യും, ഫ്രാഞ്ചൈസി ഷോപ്പുള്ള ആളുകൾ ലിസ്റ്റ് ചെയ്യും. ആ ലിസ്റ്റ് ചെയ്യുമ്പം അതിലവർക്ക് ചട്ടിപ്പത്തിരി, ഉന്നക്കായി, അങ്ങനെ എന്ത് സ്നാക്സ് ടൈപ്പ് കടികളും എന്തെങ്കിലും ഫ്രൈ ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രൈ ഐറ്റംസുകളും ഇവർക്ക് എന്ത് ചെയ്യാണ് ഇതിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ലിസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അതായത് ആ ഷോപ്പിൻ്റെ ആ ഫ്രാഞ്ചൈസി ഷോപ്പിൻ്റെ അവിടെയുള്ള സാധാരണക്കാരായ സ്ത്രീകൾക്ക് എന്ത് ചെയ്യുക, അവരുണ്ടാക്കുന്ന ക്രിയേഷൻ കടികൾ ഈ നമ്മളെ ഫ്രാഞ്ചൈസിയിൽ കൊണ്ടുപോയി കൊടുക്കാൻ അതിനും ഒരു ആപ്പ് ഉണ്ടാവും. ഈ ആപ്പ് മുഖാന്തരം ഇവർക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഇന്ന കടിയിൽ ഇത്ര, ഇന്ന കടിയിൽ ഇത്ര, ഇന്ന ഷോപ്പിൽ ഇത്ര. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക, അവരെല്ലാ സാധനങ്ങളും ഈ മൂസ സമൂസൻ്റെ ഫ്രാഞ്ചൈസിയിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും. ഇതോടെ എന്താ വെച്ചാൽ കുറേ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾക്ക് ജോലി അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു വരുമാനം. നമുക്കൊരു വരുമാനം കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ എക്സ്ട്രാ വരുമാനം, അപ്പോൾ ഇത് 2 ടൈപ്പ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന ആളുകളെ കസ്റ്റമറാണ് ഫ്രാഞ്ചൈസി, മനസ്സിലായോ? ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന ആൾക്കാർക്ക് സമൂസ മാത്രമല്ല, നമ്മളതായിട്ടുള്ള മില്ലാൻ്റാണ് നമ്മളെ ബ്രാൻഡ് മെയിനായിട്ട് വരുന്നത്. ആ മില്ലാൻ്റെ ബ്രാൻഡിലുള്ള 5ഓളം അല്ലെങ്കിൽ 5-7ഓളം കോക്കനട്ട് ഡെസേർട്ടുകളുണ്ട്. അതവർക്ക് കൊടുക്കുക. ആർക്ക്? ഡിസ്ട്രിബ്യൂഷൻ്റെ ആൾക്കാർക്ക് ഫ്രാഞ്ചൈസിയിലും കൊടുക്കുക. അവരെ തേടി വരുന്ന ആളുകൾക്കും എന്തുണ്ട്, ഈ ഡെസേർട്ട് കൊടുക്കാം. ഇപ്പം ഞങ്ങൾ ലാസ്റ്റായിട്ട് ഇറക്കിയ ഈ മാമൂൽ ബിസ്ക്കറ്റ് ഉണ്ട്, അടിപൊളി സംഭവമാണ്. കോക്കനട്ട് ഡേറ്റ്സ് ബാറാണ്. ആ സാധനം എന്ത് ചെയ്യുക, ഇവർക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്താണ് ഒരു ഓട്ടോ തൊഴിലാളി, അതായത് അല്ലെങ്കിൽ സാധാരണ പ്രവാസി, എന്തെങ്കിലും വരുമാനം എക്സ്ട്ര വേണ്ട ആളുകൾക്ക്, അത് ഒന്നെങ്കിലും സ്കൂട്ടർ വേണം, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വേണം, അല്ലെങ്കിൽ ചെറിയ ഫ്യൂവൽ ചെലവുള്ള എന്ത് വേണം, ചെറിയ വണ്ടികൾ വേണം. അങ്ങനത്തെ ആളുകൾക്ക് അവരെ വീട്ടിൽ വെച്ചുകൊണ്ട് ഞങ്ങളെ ഏജൻസി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതോടുകൂടി തന്നെ ഒരു പീഡിയ റൂം അല്ലെങ്കിൽ വീടിൻ്റെ സൈഡിൽ ചെറിയൊരു ലാൻഡുള്ള ആളുകൾക്ക് ഞങ്ങൾ വന്നുകാണ്ട് എന്ത് ചെയ്യും, അതിന് പേയ്മെൻറ്റ് ഇട്ടുകാണ്ട് സാധാരണ പീഡിയ റൂമുള്ളവർക്ക് ഞങ്ങളൊരു 1.5 ലക്ഷം റുപ്യക്ക് വരെ ഞങ്ങൾ ചെയ്യാൻ പറ്റും. കൂടുതൽ ഏരിയ ഉണ്ടെങ്കിൽ പൈസ കൂടും. അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഈ മറ്റേ ഒരു വുമൺ, ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ, ആ ഒരു വീടിൻ്റെ സൈഡിൽ ചെറിയൊരു സ്ഥലം, അതായത് കുറഞ്ഞ സ്ക്വയർ ഫീറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ വർക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സമൂസൻ്റെ ഫ്രാഞ്ചൈസി അവിടെ ഫുള്ള് പരിപാടി നമ്മൾ തീർത്തരും. അതിനുള്ള ഫണ്ട് നിങ്ങൾ കൊടുക്കണം, ഫുള്ള് പരിപാടി തീർത്തരും. നിങ്ങൾക്ക് അതിൻ്റെ കൂടെ നിങ്ങളെ തൊഴിലിൻ്റെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ടോ പാർട്ട് ടൈം ആയിട്ടോ ഒരു വരുമാനം ഇതിലുണ്ടാക്കാൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇനി എന്തേ സംശയം ഉണ്ടെങ്കിൽ അവസാന സംശയമായിട്ട് എന്നെ വിളിക്കണം. നമ്മൾ പറഞ്ഞ ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഒരു ഫ്രീസർ 1200 ലിറ്റർ, പിന്നെ ഫ്രൈ കൗണ്ടർ 20,000 റുപ്യ. ഫ്രൈ കൗണ്ടറാണ് ഈ ഓർഡറൊക്കെ വരുമ്പോൾ കല്യാണം, ഇവൻ്റ്, കാറ്ററിംഗ് ഒക്കെ ടീമുകൾ നിങ്ങൾക്ക് ഓർഡർ തരുമ്പോൾ ലൈവായിട്ട് പൊരിച്ചു കൊടുക്കണം. പിന്നെ ഈ സമൂസ പറഞ്ഞാൽ മൂസ സമൂസ ലൈവ് പൊരിക്കണ കോൺസെപ്റ്റാണ്. അത് എപ്പോഴാണെങ്കിൽ പൊരിക്കുക അപ്പം തന്നെ തിന്നണം. കുറച്ച് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് പോവും, അതിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യണില്ല. പിന്നെ കടകളുള്ള ആളുകൾ നിങ്ങളെ വിളിച്ചാൽ, സൂപ്പർ മാർക്കറ്റിൽ നിങ്ങളെ വിളിച്ചാൽ, ആര് നിങ്ങളെ വിളിച്ചാലും നിങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും. നിങ്ങളെ കുടുംബത്തിൽ കൊണ്ടുപോയി കൊടുക്കുക, ഫ്രണ്ട് സർക്കിൾ. പിന്നെ മൂസാക്കതിന് വേണ്ടി എന്ത് ചെയ്യും, കുറേ ബ്ലോഗും വീഡിയോകളും ഇറക്കും. നിങ്ങളെ ഏരിയയിലൊക്കെ നമ്മൾ ബൂസ്റ്റ് ചെയ്യും. അതൊക്കെ മൂസാക്കാൻ്റെ വക ഫ്രീ ആണ്. ശരിക്കും എൻ്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്, അബ്ദു എന്ന വിളിക്കൽ. മില്ലാൻ്റാണ് എൻ്റെ ബ്രാൻഡിൻ്റെ പേര്. ഇപ്പം മൂസ സമൂസക്ക് വേണ്ടി നമ്മൾ മൂസാക്കാകാണ്. അതുകൊണ്ട് ഈ പ്രൊജക്റ്റ് നിങ്ങൾ ശരിക്കും കേട്ടിട്ട് ഇതിൻ്റെ 2 വശങ്ങൾ, അപ്പോൾ കേൾക്കാത്തവർക്ക് ഒന്നും കൂടി ഞാൻ പറയണേ, ഇതിൻ്റെ വശങ്ങൾ ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അത് 3 പഞ്ചായത്തിൽ നമ്മൾ 3 പഞ്ചായത്ത് പോപ്പുലേഷൻ അനുസരിച്ച് 2 പഞ്ചായത്ത് കോർപ്പറേഷൻ ആണെങ്കിൽ അവിടെ എങ്ങനെ, പിന്നെ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അവിടെ എങ്ങനെ, ഒക്കെ എല്ലാത്തിനും നമ്മളെ കയ്യിൽ പ്ലാനുണ്ട്. അപ്പോൾ ആ പ്ലാൻ അനുസരിച്ച് നമ്മൾ 3 ഇതിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ പൈസ എടുക്കാതെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അവിടെ നമ്മളെ മൂസാക്കാൻ്റെ ഏജൻസി കൊടുക്കാം. ഒരു ഓട്ടോറിക്ഷ വാങ്ങുന്ന ചിലവ് അല്ലെങ്കിൽ ചെറിയൊരു ചിലവ് മതി ഈ സംഭവത്തിന്. അപ്പോൾ ഏജൻസി അങ്ങനെ
ഏജൻസിൻ്റെ കച്ചവടം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫ്രാഞ്ചൈസിയിൽ കച്ചവടം കൊടുക്കുക, ഈ ഈ മറ്റേ ഈ കല്യാണം ഇവൻ്റ് അങ്ങനെ പരിപാടികൾക്ക് ലൈവായിട്ട് പൊരിച്ചു കൊടുക്കാം. പിന്നെ ആരെങ്കിലും നിങ്ങളോട് ചെറിയ വീട്ടിൽ ചെറിയ ഫങ്ഷന് ചെറിയ ഓർഡർ ആണെങ്കിലും നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ പേയ്മെൻറ്റ് ഇട്ടുകാണ്ട് കൊടുക്കാം. പിന്നെ ഒരാൾ ലാസ്റ്റ് അത് ഏജൻസി സിസ്റ്റം. ഫ്രാഞ്ചൈസി സിസ്റ്റം പോകേണ്ടത് എങ്ങനെ വെച്ചാൽ മൂസ സമൂസ എന്നൊരു അടിപൊളി ഷോപ്പ് നിങ്ങൾ തുടങ്ങുകയാണ്. നിങ്ങൾ തുടങ്ങുമ്പോൾ അവിടെ പൊരിക്കാനും ഈ സമൂസ മാത്രം പറ്റുള്ളൂ. അത് തന്നെ 10 രൂപ അങ്ങനെ സമൂസ അല്ല, ഇതൊരു കോംബോ സിസ്റ്റത്തിലുള്ളൊരു സമൂസയാണ്. അപ്പോൾ അത് അവിടെ കൊടുക്കുക. അതിൻ്റെ പുറമെ പുറത്തുനിന്ന് കടികൾ കസ്റ്റമൈസ് ചെയ്യുക. അപ്പോൾ ഈ കടികൾ പൊരിക്കാതെ വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഇതൊരു ടെൻഷനൊന്നുമില്ല. നിങ്ങൾക്ക് വൈകുന്നേരം വന്ന് തുറന്നാൽ സമൂസ എടുക്കുക, പൊരിക്കുക, ചായക്ക് പാല് തിളപ്പിക്കുക, ചായ ഉണ്ടാക്കുക. അതോടുകൂടി നിങ്ങൾ റിസ്ക് കഴിഞ്ഞു. ആളുകൾ വരുന്ന സാധനം കൊടുക്കണം, ചായ കൊടുക്കണം, സമൂസ കൊടുക്കണം. പിന്നെ നമ്മൾ തന്നെ സ്പെഷ്യൽ ഗ്രേപ്പ് മൂസാക്ക പണ്ട് ചെയ്ത പരിപാടിയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് സ്പെഷ്യൽ ഗ്രേപ്പ് എൻ്റെ ഒരു കോൺസെപ്റ്റ്, അത് മുന്തിരി പൾപ്പോട് കൂടിയുള്ള സ്പെഷ്യൽ ഗ്രേപ്പിൻ്റെ കോൺസെപ്റ്റ് അത് ഇനി വരാൻ പോവാണ്. അതേമാതിരി മൂസാക്ക കണ്ടുപിടിച്ചൊരു സംഭവം കേട്ടോ, ഈ പിന്നെ ടണ്ടർ മാജിക് കോക്ടെയിലാണ്. ഈ ഡേറ്റ്സും ടണ്ടർ, അതായത് മറ്റേ ഇളനീരും വെച്ചുകാണ്ട് അത് കരിക്ക്, അതായത് ഡേറ്റ്സും ടണ്ടർ കോക്കനറ്റും വെച്ചുകാണ്ട് ഒരു അടിപൊളി ഡേറ്റ്സ് പറഞ്ഞാൽ സ്പെഷ്യൽ സൗദി ഡേറ്റ്സാണ്. പേര് മൂസാക്ക് പറയില്ല. സ്പെഷ്യൽ സൗദിൻ്റെ ഡേറ്റ്സും ടണ്ടറും വെച്ചുകൊണ്ട് സൂപ്പർ, അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ട്. അത് ടണ്ടർ മാജിക് കോക്ടെയിൽ. ആ സാധനം വരും. അതിൻ്റെ പുറമെ കോക്കനട്ട് വാട്ടർ. മൂസാക്ക് 2000-ഓളം തേങ്ങ, അല്ല 2000 kg തേങ്ങ ഡെയിലി നമ്മൾ ഇതാക്കുന്നുണ്ട്, അതായത് വെട്ടുണ്ട്. ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കോക്കനട്ട് വാട്ടർ, ഈ 3 വാട്ടറും ഉണ്ടാവും. ഈ മറ്റേ നിങ്ങൾക്ക് ചായ കൊടുക്കാം, അതേമാതിരി നിങ്ങൾക്ക് സമൂസ മറ്റുള്ള കടികൾ സ്നാക്സൊക്കെ പുറമെന്ന് കിട്ടും. നമ്മളതിനായിട്ട് ആളെ ഡെവലപ്പാക്കും, ആ സാധനം നിങ്ങൾക്ക് കൊടുക്കാം. അതേമാതിരി ഏജൻസിൻ്റെ സിസ്റ്റം ഞാൻ പറഞ്ഞു, 3 പഞ്ചായത്തിൽ ഒരാൾക്ക് ഏജൻസി എടുക്കാതെ വീട് മതി. ഓട്ടോ തൊഴിലാളികൾക്ക് കോൾ വരുമ്പോഴാണ്, ഓട്ടമുള്ള ആളുകൾക്കൊക്കെ എന്താണ് നിങ്ങൾക്ക് ഇത് വെക്കുക. പിന്നെ കോൾ വരുമ്പോൾ നിങ്ങൾ ഓട്ടോ ഓടാം, അതിൻ്റെ കൂടെ ഇത് ചെയ്യുക, ആരുണ്ടെങ്കിലും കൊണ്ടുപോയി കൊടുക്കുക, അതിൻ്റെ വരുമാനം നേടാം. പിന്നെ ഇതിൻ്റെ പ്രോഫിറ്റ് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്ന പ്രോഫിറ്റ് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയൊരു ബോക്സാണ്. അപ്പോൾ മുന്നത്തെ പ്ലാനാണോ വലിയ ബോക്സ് 30 രൂപയാണ് നമ്മൾ ഓട്ടോ തൊഴിലാളികൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഓട്ടോ തൊഴിലാളികൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെറിയ ബോക്സ് അതിന് 40 രൂപ ലാഭം. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, ഇതിൽ എൻ്റെ ഇതിൽ വാക്കിൽ ഞാൻ ഫസ്റ്റായിട്ടാണ് വീഡിയോ ചെയ്യേണ്ടത്. അപ്പോൾ എന്തെങ്കിലും എൻ്റെ വാക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വിളിച്ചാൽ പറഞ്ഞുതരാൻ ഞങ്ങൾ തയ്യാറാണ്. ഓക്കെ, സി യു. അപ്പോൾ പേര് മറക്കണ്ട, മൂസ സമൂസ. ഗുഡ് ബൈ.